പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഊഷ്മളമായ സ്വാഗതം. ആദ്യമായി എൻ്റെ വീഡിയോ കാണാനെത്തിയതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഭിന്നസംഖ്യ കൊണ്ട് മറ്റൊരു ഭിന്നസംഖ്യയെ ഗുണിക്കാം എന്ന് കണ്ടെത്താനാണ്. ഇത് നമുക്ക് സ്വയം കണ്ടെത്താം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് കണ്ടെത്താം. നമ്മൾ എൻ്റെ മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് കണ്ടെത്താൻ കിട്ടും. ചുരുങ്ങിയത് ഒരു 3-4 വീഡിയോസ് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഗുണനത്തിൻ്റെ അതേ തത്വം ഇവിടെ ഉപയോഗിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ എന്താണിപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. 3/4 എന്ന ഇതൊരു ഭിന്നസംഖ്യയാണ്. അതിന് കാരണം നമുക്കറിയാം, അംശം ഛേദമുണ്ട്. ഇൻറ്റു 1/2 മറ്റൊരു ഭിന്നസംഖ്യയാണ്, ഒരു അംശം ഛേദമുണ്ട്. ഇതിനെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അംശം 2ആണ്. അപ്പോൾ ഒരെണ്ണത്തെ 2ആയി മുറിച്ച് അതിലൊരു കഷ്ണമാണ് നമുക്കുള്ളത്. ഛേദം 2ആണ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ 2 കഷ്ണം വേണം. ഇതാണ് 1/2 ഒരു കഷ്ണം. ഇതുപോലത്തെ 2 കഷ്ണം വേണം ഒരു മുഴുവനാവും നമുക്കറിയാം. അതുകൊണ്ട് ഛേദം 2. അപ്പോൾ 1 അംശവും 2 ഛേദം വരുന്നൊരു ഭിന്നസംഖ്യയെ നമുക്ക് 3/4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താണ് 3/4 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതാണ് നമുക്കർത്ഥം. അതായത് 1/2ൻ്റെ 3/4 ഭാഗം എത്രയാണെന്ന് ചോദ്യം. എൻ്റെ അർത്ഥം അതൊന്ന് വിശദമാക്കി തരാം. ഇത് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഒരു ഉദാഹരണ സഹിതം. ഇപ്പോൾ നോക്കുക, 3 × അര എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അര 3 പ്രാവശ്യം എടുക്കുക. അല്ലെങ്കിൽ 3 ഭാഗം അരയുടെ അല്ലെങ്കിൽ 1/2ൻ്റെ 3 ഭാഗം എത്ര? ഇതാണ് ചോദ്യം. ഇനി 2 × അര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/2ൻ്റെ 2 ഭാഗം എത്രയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 1 × അര എന്ന് പറഞ്ഞാൽ 1/2ൻ്റെ ഒരു ഭാഗം. 3/4 × അര എന്ന് പറഞ്ഞാൽ 1/2ൻ്റെ 3/4 ഭാഗം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? 1/2നെ 3/4 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്ത് കണ്ടാൽ മതി? 1/2ൻ്റെ 3/4 ഭാഗം കണ്ടാൽ ഉത്തരമായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ 1/2ൻ്റെ 3/4 ഭാഗം കാണുക, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? 1/2ൻ്റെ 3/4 ഭാഗം എങ്ങനെയൊക്കെയാണ്? 1/2 ഒരു കഷ്ണം അറിയാം. അതിൻ്റെ 3/4 ഭാഗം കാണാൻ എന്തർത്ഥം? 4ആയി ഭാഗിച്ച് 3 ഭാഗം എടുക്കുക. അപ്പോൾ എത്രയായി ഭാഗിക്കണമെന്ന് അതിൻ്റെ നമ്മൾ 4ആയിട്ട്. എന്തുകൊണ്ട്? 3/4 ഭാഗം കണ്ടത്. അപ്പോൾ ഛേദം 4ആണ്. അപ്പോൾ 4ആയിട്ടാണ് ഭാഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അത് ഭാഗിക്കാൻ നോക്കാം. ഇപ്പോൾ നോക്കുക, ഇതൊരു മുഴുവൻ, അതിനെ 2ആയി പകുത്തിരിക്കുന്നു. അപ്പോൾ 2 1/2ൻ്റെ കഷ്ണം കിട്ടി. അതിലൊരു കഷ്ണം 1/2. അപ്പോൾ 1/2 സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു തക്കാളിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ 2 ഭാഗത്തിൽ ഒരു ഭാഗമാണ് ഇത്. 1/2 തക്കാളി എന്ന് വിചാരിക്കുക. ഇതുവരെ ഞങ്ങൾ സാധനങ്ങൾ വെച്ച് മുറിച്ചാൽ കാണിച്ചെന്നുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ നാളായില്ല. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിൽ സങ്കല്പിക്കുക, ഒരു തക്കാളിയുടെ പകുതി ഭാഗം. ഇനി എന്ത് ചെയ്യുക? അതിന് 3/4 ഭാഗമാണെന്ന് വെച്ചാൽ 4ആയി ആദ്യം വായിക്കണം. അപ്പോൾ നമുക്ക് 2ആയിട്ട് ഭാഗിക്കുക, അതിന് ഒന്നും കൂടിയും ഭാഗിക്കുക. അപ്പോൾ 4ആയി ഭാഗിച്ചു. അപ്പോൾ ഒരു കഷ്ണത്തിന് എത്ര വലുപ്പമുണ്ട്? നമുക്ക് ഒരെണ്ണം ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. നാലായി ഭാഗിച്ചപ്പോൾ 1/2 കഷ്ണത്തിന് സംഭവിച്ചു. 4 കഷ്ണമായി പിരിഞ്ഞു. അതിലൊരു കഷ്ണം എത്ര വലുപ്പമുണ്ട്? 1/2ൻ്റെ വലുപ്പമില്ലല്ലോ. എത്രയുണ്ട്? അതിൻ്റെ 4-1 ഭാഗം വലുപ്പമുള്ളൂ, അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വീഡിയോയിലുണ്ട്. 4-1 കഷ്ണം ചെറുതാവും. എങ്ങനെയാണെങ്കിൽ 4ആയി മുറിക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഛേദം സംഭവിക്കും? 4 മടങ്ങാവും. കാരണം ഇതുപോലത്തെ എത്ര കഷ്ണം വേണം ഇനി ഒരു മുഴുവനാവാൻ? 1, 2, 3, 4 എണ്ണമായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? പകുതിയാവുള്ളൂ. അപ്പോൾ ഒരു മുഴുവനാവുക എത്ര എണ്ണം വേണം? 8 കഷ്ണം വേണം. അപ്പോൾ 4ആയി മുറിക്കുമ്പോൾ ഈ ഛേദം എത്രയാവും? 4 മടങ്ങാവും. അതായത് 2 × 4 ആവും. അപ്പോൾ ഈ എത്ര കഷ്ണമായത്? 4 കഷ്ണമായി മതി. എത്ര? 1/8ൻ്റെ 4 കഷ്ണമായി മാറി. അപ്പോൾ 1/8ൻ്റെ
ഒരു കഷ്ണം, രണ്ട് കഷ്ണം, മൂന്ന് കഷ്ണം, നാല് കഷ്ണം ഉണ്ട്. അപ്പോൾ 1/2 4ആയി മുറിച്ചപ്പോൾ എങ്ങനത്തെ കഷ്ണങ്ങളായി മാറി? 1/8 4 കഷ്ണങ്ങളായി മാറി. ഇപ്പോൾ 4ആയി ഭാഗിച്ചു, മനസ്സിലായില്ലേ? 4ആയി ഭാഗിച്ചപ്പോൾ 4 കഷ്ണമായി. എത്രേൻ്റെയെന്ന് മാത്രം 1/8 4 കഷ്ണമായി. അതായത് ഈ 2 എന്ന ഛേദം എത്ര മടങ്ങായി വർദ്ധിച്ചു? 4 മടങ്ങായി വർദ്ധിച്ചു. അതായത് 4ആയി ഭാഗിക്കുമ്പോൾ ഈ 4ഉം 2 8ന് തുല്യമായി എന്നർത്ഥം അല്ലേ? 2 2 കഷ്ണം മതിയായിരുന്നു. 4ആയി ഭാഗിക്കുമ്പോൾ എത്ര കഷ്ണം വേണ്ടി വരും? അതിൻ്റെ 4 ഇരട്ടി, അതായത് 8 കഷ്ണം വേണ്ടി വരും. അപ്പോൾ ഈ 2നെ 4 കൊണ്ട് ഗുണിച്ച വലുപ്പത്തിൽ ആയി ഇതിൻ്റെ കഷ്ണം. 2 4 ഛേദം. ഇനി അതിൽ നിന്ന് എത്ര കഷ്ണം എടുക്കണം? അതിൽ നിന്ന് ഇതേപോലത്തെ എത്ര കഷ്ണം എടുക്കുന്ന ഛേദം അംശം പറയണത് 3 കഷ്ണം എടുക്കുന്നത് അല്ലേ? 4ആയി ഭാഗിച്ച് 3 ഭാഗം എടുക്കുക, 3 കഷ്ണം എടുക്കുക. 4 1 2 3. അപ്പോൾ നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ എടുക്കണം. എത്ര? 1 2 3 3 കഷ്ണം എടുക്കുക. അപ്പോൾ 3/8 ആവും അല്ലേ? അപ്പോൾ ഒരെണ്ണം കഷ്ണമുള്ളൂ, അത് ഒരെണ്ണത്തിന് 3 കഷ്ണം എടുക്കുക. അപ്പോൾ നമുക്ക് എണ്ണത്തിൽ വരിക 1 2 3 എടുക്കും 3 എണ്ണം. അപ്പോൾ ഒരു കഷ്ണമല്ല, ഒരെണ്ണത്തിന് 3 എണ്ണം വരും. അപ്പോൾ ഒരു കഷ്ണം ഉണ്ടായിരുന്നേ, ആ കഷ്ണത്തെ 3ആയി മുറിച്ചത്, അല്ല 4ആയി മുറിച്ചത്. അതിൽ എത്ര കഷ്ണം എടുത്തു? 3. അപ്പോൾ ഒരെണ്ണത്തിന് 3 കഷ്ണം എടുക്കുമ്പോൾ എത്ര കഷ്ണം വരും? 1 × 3. ഒരെണ്ണത്തിന് 3 എണ്ണം വീതം. അപ്പോൾ 1 × 3. അപ്പോൾ ആകെ എത്ര കഷ്ണം കിട്ടും? 3 കഷ്ണം. ആ കഷ്ണങ്ങളുടെ എണ്ണത്തിന് എന്താ പറയുക? അംശം എന്ന്. അപ്പോൾ ഉത്തരമായി വരുന്ന ഭിന്നസംഖ്യയുടെ അംശം എത്രയായിരിക്കും? മനസ്സിലായി? 3 × 1. ഛേദം എത്രയായിരിക്കും നമുക്ക് മനസ്സിലായി? ഒരു കഷ്ണത്തിന് എത്ര വലുപ്പമുണ്ടായിരിക്കും? ഇതിൻ്റെ 4 മടങ്ങ്, അതായത് 2 × 4 വലുപ്പമുണ്ടായി, അതായത് 8. 4 × 2 മനസ്സിലായോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൂത്രം മനസ്സിലായി. നമുക്ക് എന്താ ഇവിടെ എന്താ വരുന്നതെന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്താ കമ്പയർ ചെയ്ത് നോക്കുക? 2 ഭിന്നസംഖ്യകൾ ഗുണിക്കുമ്പോൾ ഇത് ഇവിടേക്ക് വരും, ഇത് പിന്നെ ഇത് തമ്മിൽ ഗുണനഫലം ആണ് അംശം വരുന്നത്. ഛേദം എന്താ വരുന്നത് നോക്കിയേ? ഛേദങ്ങളുടെ ഗുണനഫലം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കാണുന്നത് 3 കഷ്ണം ആണ്. ഒരെണ്ണത്തിന് 3 കഷ്ണം. അപ്പോൾ 3/1 അംശമായി. പിന്നെ ഛേദം 4 × 2. ഇത് നമ്മൾ ഗുണിച്ചത്. അപ്പോൾ നമുക്ക് പൊതു തത്വം എന്താണ്? 2 ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കാണാൻ അംശങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതിയാൽ ഉത്തരത്തിൻ്റെ അംശം കിട്ടും. ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചെഴുതിയാൽ ഛേദം കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. പഠിച്ചില്ലേ? അപ്പോൾ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ചില്ലേ? ദിസ് ഈസ് വെരി സിമ്പിൾ. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കുക. ഈ 3/4 കൊണ്ട് നമ്മൾ 3/2 എന്ന ഒരു ഭിന്നസംഖ്യയാണ് ഗുണിക്കുന്നതെങ്കിലോ, അതായത് 1/2ൻ്റെ 3 കഷ്ണമാണ് 3/2 എന്നറിയാം. എന്ന് വെച്ചാൽ ഇതേപോലെ 3 കഷ്ണം ഉണ്ടായിരിക്കും. ഇത് 3 എണ്ണം ചേർന്നാൽ 3/2. 1/2 ഇത് 1/2, ഇത് 1/2, ഇത് 1/2. 3 എണ്ണം ചേർന്ന് 3/2. അപ്പോൾ 3/2ൻ്റെ 3/4 ഭാഗം എടുക്കണം എന്നാണ് വരിക. അങ്ങനെ വരുമ്പോൾ എന്നിങ്ങനെയാണ് ചെയ്യുക? ആദ്യത്തെ പീസിൽ നിന്ന് നമ്മൾ എടുത്ത പോലെ ഒന്നാമത്തെ പീസിൽ നിന്ന് എടുക്കണം, രണ്ടാമത്തെ പീസിൽ നിന്ന് എടുക്കണം, മൂന്നാമത്തെ പീസിൽ നിന്ന് എടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പീസിൽ നിന്ന് എത്ര കഷ്ണം കിട്ടുക? 3 കഷ്ണം എടുക്കണം അല്ലേ? ഒന്നാമത്തെ കഷ്ണത്തെ 4ആക്കി മുറിച്ച് 3 കഷ്ണം എടുക്കണം. രണ്ടാമത്തെ പീസിനും 4ആക്കി മുറിച്ച് 3 കഷ്ണം എടുക്കണം, മൂന്നാമത്തെ പീസിൽ നിന്നും. അപ്പോൾ ഓരോ പീസിൽ നിന്നും 3 കഷ്ണം വീതം എടുക്കണം.
അപ്പോൾ നമുക്ക് എത്ര പീസ് വരും? ഈ 3 വീതം 3 പീസിന് എടുക്കണം. 100 3 9. അപ്പോൾ 3 × 3 ഇനി ഒരു കഷ്ണത്തിൻ്റെ വലുപ്പം എത്രയാണ്? ഒരെണ്ണത്തെ നമ്മൾ ഒരു പീസിന് എത്രയാണ് നമ്മൾ മുറിക്കുന്നത്? വീണ്ടും 4 ആക്കിയിട്ടാണ് മുറിക്കുന്നത് അല്ലേ? അപ്പോൾ 2 ആയിരുന്നു നേരത്തെ ഛേദം. ഇപ്പം നമ്മൾ മുറിക്കുമ്പോൾ എത്രയാണ് വരിക? അതിൻ്റെ വലുപ്പം എത്രയാണ്? ഓരോ പീസിൻ്റെയും കഷ്ണം വരിക 8 കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവുന്നത്. അതായത് 2ൻ്റെ 4 മടങ്ങ്. അപ്പോൾ 4 × 2 അടിയിൽ വരിക. കാരണം 4 × 2. കാരണം മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞാണ്, വിശദീകരിച്ചതാണ്. കാരണം ഒരു കഷ്ണത്തിന് 2 ഒരു കഷ്ണത്തിന് 4 മുറിക്കുമ്പോൾ ഛേദം 4 മടങ്ങാവുന്ന മുൻ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും കുറച്ച് നേരത്തെ ആവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ഈ കണക്കിലും എന്തുതന്നെയാണ് വരിക? 3, അതായത് അംശങ്ങളുടെ ഗുണനഫലം ഛേദങ്ങളിലെ ഗുണനഫലം. അപ്പോൾ നമ്മൾ ഈ തത്വം അറൈവ് ചെയ്തു. എന്താണ്? 2 ഭിന്നസംഖ്യകൾ ഗുണിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പവഴി അംശങ്ങൾ ഗുണിച്ച് ചെയ്താൽ ഛേദങ്ങൾ ഗുണിച്ച് ചെയ്താൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. കുറച്ച് കണക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ, അതോ നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭിന്നസംഖ്യയുടെ ഒരുവിധം എല്ലാ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നസംഖ്യയുടെ പാഠം കഴിഞ്ഞു. ഇനി ആകെ കുറേ ഇതിൻ്റെ അപ്ലിക്കേഷനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി. ഈ ഭിന്നസംഖ്യ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം കണക്കിൻ്റെ ബേസ് കിട്ടിക്കഴിഞ്ഞെന്നർത്ഥം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അധികം നീട്ടുന്നില്ല. വീഡിയോയുടെ നീളം കൂടിയ കാരണം നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ശ്രമിച്ചതിനും സശ്രദ്ധം എൻ്റെ വീഡിയോ വീക്ഷിച്ചതിനും എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിടാം.